സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ. റോമർ 12:9. സത്യസന്ധമായ സ്നേഹവും അന്ധകാരത്തോടുള്ള വെറുപ്പും നന്മയോടുള്ള ആഗ്രഹവുമാണ് പ്രസ്തുത വചനത്തിൽ കാണുന്നത്. യേശുവിൽ കാണുന്ന സ്നേഹമാണ് നാം ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടത്. നമ്മുടെ സ്നേഹം ഭാവനയിലല്ല, പ്രവൃത്തിയിൽ പ്രതിഫലിക്കണം. സ്വാർത്ഥതയോ വഞ്ചനയോ ഇല്ലാതെ മറ്റുള്ളവരോടുള്ള സ്നേഹം സത്യവും നിഷ്കളങ്കവുമായിരിക്കണം. തിന്മയെ ദ്വേഷിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ പാപത്തിന് ഇടം കൊടുക്കാതിരിക്കുക എന്നതാണ്. തെറ്റുകൾക്ക് അനുകൂലമാകുന്ന സാഹചര്യം വന്നാൽ പോലും നാം തിന്മയെ തിരസ്കരിക്കുകയും നന്മയെ ജീവിതത്തിൽ മുറുകെ പിടിക്കുകയും ചെയ്യണം. നന്മയെ മുറുകെ പിടിക്കുക എന്നത് അത്രമേൽ ശക്തമായ ആഹ്വാനമാണ്. അതത് സാഹചര്യത്തിൽ നല്ലത് ചെയ്യുക എന്നത് മാത്രമല്ല, എല്ലായ്പ്പോഴും നന്മയുള്ള പാത പിന്തുടരുക. അതിനുവേണ്ടി ഒറ്റപ്പെടൽ അനുഭവിക്കാനും നഷ്ടങ്ങൾ സഹിക്കാനും തയ്യാറാകുക എന്നതും ഇതിൽ ഉൾപ്പെടുന്നു. സ്വർഗരാജ്യത്തിലെ പൗരന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ പാപങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് തിരിയുകയും കൃപയും ശക്തിയും പ്രദാനം ചെയ്യുന്ന ദൈവവചനത്തിൽ വിശ്വസിച്ച് ക്രിസ്തുവിന്റെ രാജ്യത്വത്തിന് മുഴുവനായും സമർപ്പിക്കുകയും വേണം. കാരണം പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ യേശുവിനെ മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മുടെ എല്ലാ തിന്മകളിൽ നിന്നും കർത്താവ് നമ്മെ ശുദ്ധമാക്കും. നമ്മെ പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കുന്ന ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കണം.